മാത്യു കുഴൽനാടൻ്റെ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. അദ്ദേഹം മന്ത്രിയടക്കം ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തിരിച്ചറിയിക്കാമെന്ന് പറഞ്ഞു. കളക്ടറുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം കാര്യങ്ങൾ എങ്ങനെയും നിയമവുമായി പരിഹരിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന വികാരം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ജനങ്ങളുടെ പ്രതിഷേധം, ജനങ്ങളുടെ വേദന മനസ്സിലാക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാർ ഇത്രയും ഇൻസെൻസിറ്റീവായി ഇത്രയേറെ സംഭവങ്ങൾ ഈ നാട്ടിൽ മാത്രം ഉണ്ടായിട്ട് ഈ നാടിനോട് ഇത്രയേറെ അവഗണനയും ഇത്രയേറെ ക്രൂരതയും കാണിക്കുന്ന ഈ സർക്കാരിനോട് ഈ സമയത്ത് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇതിൻ്റെ രാഷ്ട്രീയമില്ല, ഇതിൻ്റെ മറ്റ് താല്പര്യങ്ങളില്ല. ഈ നാടിൻ്റെ പ്രതിഷേധമാണ് എന്നാണ് എനിക്ക്. എസ് മാത്യു കുഴൽനാടൻ്റെ പ്രതികരണമാണ് കണ്ടത്. ഇത്രയധികം സംഭവങ്ങൾ ആവർത്തിച്ചുണ്ടായിട്ടും ഒരു നടപടിയും, ഈ പ്രതിഷേധമുണ്ടാകുമ്പോഴുള്ള പ്രതികരണമല്ലാതെ ക്രിയാത്മകമായ ഒരു നടപടിയും സർക്കാരിൻ്റെയോ സർക്കാർ സംവിധാനങ്ങളുടെയോ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. വലിയ ആൾക്കൂട്ടം ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത പ്രദേശത്തുള്ള ആളുകളൊക്കെ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും സങ്കടകരമായ കാര്യം, എൽദോസിൻ്റെ മൃതദേഹം ഇപ്പോഴും അവിടെ ഉണ്ട്. അദ്ദേഹം ആ വീടിൻ്റെ ആകെയുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. അവിവാഹിതനാണ്. അദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് ആ കുടുംബം കഴിയുന്നത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയൊന്നാകെ അവസാനിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം വേണം. ആ കുടുംബത്തെ സംരക്ഷിക്കണം. അതോടൊപ്പം അവിടെ ഉയർന്നിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം വേണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.